ആരെങ്കിലും പ്രതീക്ഷിച്ചോ മോദി ഗവൺമെന്റിന്റെ മൂന്നാം ടേമില് UGCയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ അപ്പർ കാസ്റ്റ്, അതായത് മോദി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പർ കാസ്റ്റ്, സ്പെഷ്യലി ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി, അവരുടെ ഇടയ്ക്ക് ഇത്രമാത്രം മോദിയോട് വെറുപ്പും വിദ്വേഷവും ഏറ്റവും മോശമായ പരാമർശങ്ങളും. മനസ്സിലാക്കുക, ഇതിലേറ്റവും കൂടുതൽ മുന്നിൽ വന്നിരിക്കുന്നത് സംഘപരിവാറിൻ്റെയും ബജറാംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കൾ തന്നെയാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എൻ്റെ ഒരു ധാരണയെന്ന് പറയുന്നത് ഈ പറയുന്ന ജാതി സംഭവങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവർ ഹിന്ദു കമ്മ്യൂണിറ്റി, ഹിന്ദുക്കളെ എല്ലാം ഒന്നായിട്ട് കാണാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ധാരണ. പക്ഷേ UGCയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക, ഇന്ന് വരെ ഒരു ഒപ്പോസിഷൻ പാർട്ടിയും ഒരാൾക്കാരും പറയാത്ത കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് പറയുന്നത്. മോദിയുടെ തലവെട്ടും, മോദിയെ കൊന്നുകളയും, മോദിയുടെ അടക്കിയിരിക്കുന്ന ഖബർ അത് കുത്തിപ്പൊളിക്കും, തീ കത്തിക്കുന്നു. അതായത് മോദിയുടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്, കോലം ഉണ്ടാക്കിയിട്ട് തീ കത്തിക്കുന്നു, അതിനെ ചൂല് വെച്ച് അടിക്കുന്നു, ഏറ്റവും മോശമായിട്ട് പരാമർശിക്കുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്ക്, ട്വിറ്ററിൽ എന്താണ് നടക്കുന്നത്, അത് ട്രെൻഡിങ് ആയിട്ട് പോകുന്നു. അതായത് കഴിഞ്ഞ 11 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് റെക്കോർഡ് രീതിയിൽ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ ഇന്നും പല പോളിസീസിൻ്റെ കാര്യത്തിൽ പിന്താങ്ങുന്നില്ല. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് അതിനെ മീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പിന്താങ്ങുന്നില്ല. ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻഷിപ്പ് അതിന് പരാജയമൊന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കും. പക്ഷേ ഇന്ത്യക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് മോദി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ താറടിക്കുന്നവരാണ് BJPക്കാർ. അതായത് പ്രതിപക്ഷം എന്നല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സിനും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പ്രൊട്ടസ്റ്റ്, അത് ഇത് വല്ലാത്ത രീതിയിൽ മോദിക്കെതിരെ തിരിയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? ചെരുപ്പ് വെച്ച് അടിക്കണം, ചെരുപ്പ് വെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ അടിക്കണം, അയാളെ ചവിട്ടി ഓടിക്കണം. അതിനകത്ത് OBCയുടെ കൂടെ ക്ലാസ് കയറി വന്നു. അതായത് വെർട്ടിക്കലായിട്ട് BJPക്കകത്തെ അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺസും താക്കൂറും ഇവരെല്ലാം തമ്മിലടിയായി.